നമസ്കാരം സുഹൃത്തുക്കളെ, എന്നെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ടൈം ടേബിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ 60 ഡേയ്സ് കൊണ്ട് ഡിഗ്രി പ്രിലിംസ് പോർഷൻസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒരു കിടിലൻ റിവിഷൻ എങ്ങനെ അടിക്കാം. അപ്പോ ആ ഒരു രീതിയിൽ ഞാൻ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 60 ഡേയ്സ് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ. ഓക്കെ, വീഡിയോയിലേക്ക് പോയാലോ? പിന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നും താഴെ കമന്റ് ചെയ്യാമോ? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ സ്റ്റഡി പ്ലാൻ എന്തായാലും ഇട്ട് തന്നേക്കാം. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആവുക. ഓക്കെ, അപ്പോ ടൈം ടേബിളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഡിഗ്രി പ്രിലിംസ് പുതിയ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? പഴയ സിലബസുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. പുതിയ സിലബസ് 100 മാർക്കിന്റെ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ 50 മാർക്ക് ജികെയും അവസാനത്തെ 50 മാർക്ക്, അതായത് 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, 20 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം. ഈ ഒരു രീതിയിലാണ് ഡിഗ്രി പ്രിലിംസ് സിലബസ് പോകുന്നത്. അപ്പൊ ഈ സിലബസ് 60 ഡേയ്സ് കൊണ്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് കവർ ചെയ്യാം, അതുപോലെ എങ്ങനെ റിവിഷൻ അടിക്കാം, എങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം, ഒന്ന് നോക്കിയാലോ? സിലബസ് എല്ലാവരുടെയും പ്രിന്റ് എടുത്ത ഒരു പേപ്പർ കയ്യിൽ വെച്ചേക്കണേ. എന്നിട്ട് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കാം. നിങ്ങൾ ഈ 60 ദിവസത്തെ ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പം എല്ലാ ദിവസവും നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് സബ്ജക്ട്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സബ്ജക്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി 2.5 മണിക്കൂർ മാറ്റിവെക്കണം. അപ്പോൾ ഓരോ കാര്യം ശ്രദ്ധിച്ചു കേൾക്കണേ. 2.5 മണിക്കൂർ ഇനി പറയുന്ന 3 സബ്ജക്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. 3ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തേത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. 1 മണിക്കൂർ മാത്സ് ആൻഡ് മെന്റലിറ്റി ഡെയിലി പഠിക്കുക. ഇനി 1 മണിക്കൂർ ഇംഗ്ലീഷും മലയാളവും പഠിക്കുക. 1/2 മണിക്കൂർ കറണ്ട് അഫയേഴ്സ്, കഴിഞ്ഞ ഒരു വർഷത്തെ പ്രധാന സംഭവങ്ങൾ 1/2 മണിക്കൂർ പഠിക്കുക. ഇങ്ങനെ 2.5 മണിക്കൂർ നിങ്ങൾ ദിവസവും ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കണം. ബാക്കി പഠിക്കാൻ പറയുന്നത് ബാക്കിയുള്ള സമയത്ത് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം സെറ്റ് ആവുമല്ലോ. ദിവസവും നിർബന്ധമായിട്ടും പഠിക്കേണ്ട 3 കാര്യം, ഡെയിലി റൂട്ടീനായിട്ട് 2.5 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ട കാര്യം. 1 മണിക്കൂർ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ വർക്കൗട്ട്, മുൻവർഷ ചോദ്യം കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. നിങ്ങൾ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ റിവിഷൻ അടിക്കാൻ വേണ്ടി നോക്കാം. പുതിയ എന്തെങ്കിലും ടോപ്പിക് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ എന്തായാലും 1 മണിക്കൂർ മാത്സിനും മെന്റൽ എബിലിറ്റിക്കും വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാം. പിന്നെ 1 മണിക്കൂർ ഇംഗ്ലീഷിനും മലയാളത്തിനും, അതായത് 1/2 മണിക്കൂർ ഗ്രാമർ പഠിക്കാം, 1/2 മണിക്കൂർ വൊക്കാബുലറി പഠിക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സിന് 1/2 മണിക്കൂർ, കഴിഞ്ഞ ഒരു വർഷത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ 1/2 മണിക്കൂർ കൊണ്ട് എല്ലാ ദിവസവും 1/2 മണിക്കൂർ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റിവെക്കുക. ഇനിയുള്ള 60 ദിവസം എല്ലാ ദിവസവും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് 60 ഡേയ്സ് ടൈം ടേബിളിലേക്ക് വരാം. ഞാൻ ഓരോ ഘട്ടമായിട്ട് ഈ ദിവസങ്ങളിലെ തരംതിരിച്ചിട്ടുണ്ട്. ഘട്ടം 1 എന്ന് പറയുമ്പോൾ ഡേ 1 to 40 വരെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡേ 1 to 40 വരെ നിങ്ങൾ സിലബസ് കവറേജ് ആണ് ചെയ്യേണ്ടത്. അതിനെ തന്നെ ഡേ 1 to 10 വരെ ഇന്ത്യൻ ഭരണഘടനയും കേരള ചരിത്രവും മുഴുവനായിട്ടും പഠിക്കാൻ വേണ്ടി നോക്കാം. ഇന്ത്യൻ ഭരണഘടന, കേരള ചരിത്രം, കുറച്ച് ഭാഗങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ, ഭേദഗതി, മൗലികാവകാശങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുക. അതായത് PSCയുടെ ആ 20% കോർ സബ്ജക്ട് ഉണ്ടല്ലോ, അതിന് നിങ്ങൾ മുൻഗണന നൽകി വേണം പഠിക്കാൻ. അതായത് PSC ചോദിക്കുന്ന കോർ ടോപ്പിക്സ് ഉണ്ടല്ലോ, അതിന് പ്രാധാന്യം നൽകി വേണം പഠിക്കാൻ. ആർട്ടിക്കിൾ, ഭേദഗതി, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, പിന്നെ കൺകറന്റ് ലിസ്റ്റ്, എമർജൻസി, ഇതിനൊക്കെ പ്രാധാന്യം നൽകി പഠിക്കുക. അടുത്തത് കേരള നവോത്ഥാന നായകരും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളും ഒക്കെ നന്നായിട്ട് നോക്കാം. കുറച്ച് ടോപ്പിക്സ് തന്നേ ഉള്ളൂ. കേരള ചരിത്രം നന്നായിട്ട് നോക്കാം. PSC ചോദിക്കുന്ന, അതായത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കോർ ഏരിയാസ് കണ്ടെത്തി നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. ഡേ 1 to 10 വരെ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന, കേരള ചരിത്രം മുഴുവനായിട്ടും കവർ ചെയ്യുമല്ലോ. ഇനി ഡേ 11 to 20 വരെ നിങ്ങൾ പഠിക്കേണ്ടത് ലോക ചരിത്രം, ഇന്ത്യ ചരിത്രം, ഭൂമിശാസ്ത്രം. ഡേ 11 to 20 വരെയുള്ള ദിവസങ്ങളിൽ ഒരു 10 ദിവസം എടുത്തിട്ട് ഇന്ത്യൻ ചരിത്രം പഠിക്കുക, ലോക ചരിത്രം പഠിക്കുക, ഭൂമിശാസ്ത്രം പഠിക്കുക. അതായത് സ്വാതന്ത്ര്യ സമരം, ഗാന്ധിയൻ കാലഘട്ടം, ഇന്ത്യയുടെയും കേരളത്തിന്റെയും അടിസ്ഥാന ഭൂമിശാസ്ത്രം, അതുപോലെ ലോക ഭൂമിശാസ്ത്രം, നദികൾ, പർവ്വതങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ PSC കോറായിട്ടും ചോദിക്കുന്ന ഏരിയാസ് കണ്ടെത്തി ഈ ദിവസങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പഠിച്ചു മറന്നുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും തറവാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സിലബസിലൂടെ ഫുള്ളായിട്ട് നിങ്ങൾ പോകണം. ഒന്നും വിടാൻ നിൽക്കരുത്. സിലബസിലൂടെ നിങ്ങൾ ഫുള്ളായിട്ട് പോകണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് തീവ്ര പരിശീലനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഡിഗ്രി പ്രിലിംസ് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്.
1499 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഫുൾ സിലബസ് കവറേജ് ആണ്. ഡിഗ്രി പ്രിലിംസ് എക്സാം കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് തന്നെ എടുത്താൽ മതി. വെറും തുച്ഛമായിട്ടുള്ള ഫീസിൽ പ്രിലിംസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉള്ളതാണ്. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഫീസ് കുറവാണ്, അതുപോലെ സീറ്റും കുറവാണ്. അപ്പൊ അതിൽ ഒരാളാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. അഡ്മിഷൻ എടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, അടുത്തയിലേക്ക് വരാം. ഡേ 21 to 30 ഈ ദിവസങ്ങളിൽ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയും സിവിക്സും വേണം നോക്കാൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ടൈം ടേബിൾ പോലെ ഇട്ട് തന്നേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേറെയും ടോപ്പിക്സ് നോക്കാം. ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ സിലബസ് നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് ഓടിച്ചു വരാൻ പറ്റും. ഇനി ഡേ 31 തൊട്ട് 40 വരെ എക്കണോമിക്സ്, IT ആൻഡ് സൈബർ ലോ, അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡേ 31 തൊട്ട് 40 വരെ നോക്കാം. അപ്പൊ 31 തൊട്ട് 40 വരെയുള്ള ദിവസങ്ങളിൽ വേണം നിങ്ങൾ ഫുൾ ആയിട്ട് സിലബസ് കവർ ചെയ്യാൻ. അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ പഞ്ചവത്സര പദ്ധതി, നീതി ആയോഗ്, റിസർവ് ബാങ്ക്, ഇതിനൊക്കെ ഫോക്കസ് കൊടുക്കണം, കൂടുതൽ ഫോക്കസ് കൊടുക്കണം. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരം, സൈബർ ക്രൈം, IT നിയമങ്ങൾ, ഇതിനൊക്കെ കൂടുതൽ PSC ചോദിക്കുന്ന ഏരിയാസ് കണ്ടെത്തി കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി നോക്കാം. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനും PYQ വർക്കൗട്ടും ആണ്. അതായത് ഒരു 10 ദിവസം 41 മുതൽ 50 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും റിവിഷനും PYQs വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പോ റിവിഷനും PYQസും വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വേണം കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പരമാവധി പ്രാക്ടീസ് ചെയ്യുക. മുൻവർഷ ചോദ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പർ തന്നെ എടുത്ത് സമയബന്ധിതമായിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് മനസ്സിലാക്കി ആ ഭാഗം ഒന്നുകൂടി വായിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഇതിനു വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഈ 10 ദിവസം ചെലവഴിക്കാൻ. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. കിട്ടിയോ? രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കിട്ടിയോ? ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വന്നാൽ നിങ്ങൾ പരീക്ഷയോട് അടുക്കുകയാണ്. ഫൈനൽ ലാപ്പും മോക്ക് ടെസ്റ്റും വേണം ഇവിടെ ചെയ്യാൻ. അപ്പോ OMR പ്രാക്ടീസ്, ദിവസവും ഒരു പൂർണ്ണ മോക്ക് ടെസ്റ്റ്, 100 മാർക്കിന്റെ ചോദ്യം OMR ഷീറ്റിൽ തന്നെ എഴുതി ശീലിക്കാൻ വേണ്ടി നോക്കുക. പരീക്ഷയിൽ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ടൊരു ടൈമറൊക്കെ സെറ്റ് ചെയ്ത് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ്, നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിച്ചു വന്നില്ലേ, അതിന്റെയൊക്കെ റിവിഷൻ ഈ ഒരു സമയത്ത് നടത്താം. അപ്പൊ കറണ്ട് അഫയേഴ്സ് റിവിഷൻ, കറണ്ട് അഫയേഴ്സ് അവസാന നിമിഷം നിങ്ങൾ റിവൈസ് ചെയ്യാനുള്ള കാര്യം, പുതിയ നിയമനങ്ങൾ, അതുപോലെ പുതിയ അവാർഡുകൾ, സ്പോർട്സ് വാർത്ത, ഇവയൊക്കെ വീണ്ടും വീണ്ടും വായിച്ച് ഒന്നുകൂടി വേഗത്തിൽ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും, പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയമനങ്ങൾ നിങ്ങൾക്ക് അവസാനം പഠിച്ചാലും കുഴപ്പമില്ല, കാരണം പരീക്ഷ ആ സമയം മാറുമല്ലോ. അപ്പൊ അതൊക്കെ ആ സമയത്ത് ഒന്നുകൂടി നോക്കി മനസ്സിൽ ഉറപ്പിക്കുക. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ സിലബസ് കംപ്ലീഷൻ ആണ്. രണ്ടാമത്തെ ഘട്ടം റിവിഷനും PYQസിനും വേണ്ടി മാറ്റിവെക്കുക. മൂന്നാമത്തെ ഘട്ടം ഫൈനൽ ലാപ്പും മോക്ക് ടെസ്റ്റിനും വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഇനി കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞു തരട്ടെ. ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും തുടർച്ചയായിട്ട് ഞാൻ ഈ പറയുന്ന 4-5 മണിക്കൂർ, അതായത് 2.5 മണിക്കൂർ മാക്സിമം NLT, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞു. ബാക്കി കിട്ടുന്ന സമയം ഒരു ദിവസം നിങ്ങൾ എങ്ങനെ പോയാലും ഒരു 5-6 മണിക്കൂർ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 5-6 മണിക്കൂർ നിങ്ങൾ കണ്ടെത്തി തന്നെ പഠിക്കണം. അപ്പൊ ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും തുടർച്ചയായിട്ട് ഈ 4-5 മണിക്കൂർ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സമയം കണ്ടെത്തുക. അതായത് രാവിലെ 2 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, രാത്രി 2 മണിക്കൂർ എന്നിങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തെ വിഭജിച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റും. പിന്നെ പഠിക്കുന്ന കാര്യങ്ങള് ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ അവസാന ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടുള്ള നോട്ട് വായിക്കാതെ നിങ്ങൾ എഴുതിയ ആ ഷോർട്ട് നോട്ട് തന്നെ വായിച്ചാൽ മതി. പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുമല്ലോ. അപ്പൊ 60 ഡേയ്സ് മാസ്റ്റർ പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ല കോൺഫിഡന്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതിയിട്ട് വരാനും പറ്റും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ എന്തായാലും ഇട്ട് തന്നേക്കാം. പിന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ബാച്ചിന്റെ കാര്യം മറക്കണ്ട, അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. പഠനത്തിന് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് ഒന്നും നോക്കേണ്ടി വരത്തില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് എക്സാംസ്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.